മയക്കുമരുന്നിനെതിരെ കൊച്ചി സിറ്റിയിൽ പോലീസ്, എക്സൈസ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കസ്റ്റംസ്, റെയിൽവേ പോലീസ്, ഡോഗ് സ്ക്വാഡ് സംയുക്തമായി പരിശോധന സംഘടിപ്പിച്ചു. നഗരത്തിൽ ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായി കൊച്ചി നഗരത്തിൽ വിപണനത്തിനായി ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം കണ്ടെത്തിയാണ് റെയ്ഡ് സംഘടിപ്പിച്ചത്. നേരത്തെ ലഹരി വിൽപ്പന കേസുകളിൽ പ്രതികളായവരും നിലവിൽ ജയിലിന് വെളിയിൽ കഴിയുന്നവരെയും കൂടാതെ ഇവർക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സ്ഥലങ്ങളും റെയിൽവേ സ്റ്റേഷനുകളിലും കേന്ദ്രീകരിച്ചായിരുന്നു റെയ്ഡ്. റെയ്ഡിൽ 9 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 13 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 31.46 ഗ്രാം MDMA-യുമായി SRM റോഡിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും ഇടുക്കി മറയൂർ ജവഹർ നഗർ പുളിയരക്കൽ വീട്ടിൽ സുബിൻ 26, പത്തനംതിട്ട നിരണം മാന്നാർ കൂട്ടംപള്ളിയിൽ ബിജിൻ എബ്രഹാം 21 എന്നിവരെയും, പാലാരിവട്ടത്തിന് സമീപം ലോഡ്ജിൽ നിന്ന് 1.53 ഗ്രാം MDMA-യും 1.5 ഗ്രാം കഞ്ചാവുമായി കൊല്ലം മഞ്ഞപ്പാറ കുന്നുകുള വീട്ടിൽ റോഷൻ 20, കൊല്ലം ചടയമംഗലം നൌഷാദ് മൻസിലിൽ നജ്മൽ 24 എന്നിവരെയും റെയ്ഡിന്റെ ഭാഗമായി പിടികൂടി. റെയ്ഡിന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, DCP അശ്വതി ജിജി, നാർക്കോട്ടിക് സെൽ ACP അബ്ദുൽ സലാം, കസ്റ്റംസ് കമ്മീഷണർ പത്മാവതി, കസ്റ്റംസ് സൂപ്രണ്ട് വിവേക് കുമാർ, വിവേക് ബി, NCB അസിസ്റ്റന്റ് ഡയറക്ടർ വേണുഗോപാൽ, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുധീർ, റെയിൽവേ പോലീസ് DYSP ജോർജ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.